ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ മക്കൾക്ക് കുറച്ചുകൂടെ ഉപകാരപ്രദവും സുഖപ്രദവും ആവാൻ വേണ്ടിയിട്ട് പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നമ്മളിപ്പോൾ ഓൺലൈൻ ട്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള മക്കൾക്കാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. അപ്പോൾ മക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത് നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ ചെയ്യുന്നത്. ഓഫ് മെനി ഹ്യൂസ് എന്നാണ് നമ്മുടെ ഈ യൂണിറ്റിന്റെ പേര്. എന്താണ് മക്കളെ അങ്ങനെ പറഞ്ഞാൽ? ഓഫ് മെനി ഹ്യൂസ് എന്താണ് മക്കളെ? ഹ്യൂസ് എന്ന് വെച്ചാൽ കളേഴ്സ്, നിറങ്ങൾ എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ ഓഫ് മെനി ഹ്യൂസ് എന്ന് വെച്ചാൽ പല നിറങ്ങളുടെ അല്ലെ, അല്ലെങ്കിൽ പല നിറങ്ങളുടെ, അല്ലെങ്കിൽ പല വർണ്ണങ്ങളുടെ എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ നമുക്കറിയാം എന്താണ് നമ്മളുടെ നാട്, ഇന്ത്യ എന്ന് പറയുന്ന നാട്, ഈ ഭാരത മണ്ണ് എങ്ങനെയാണ്? വ്യത്യസ്ത തരത്തിലുള്ള ആളുകളുടേതാണ് അല്ലെ. നിറം കൊണ്ടും വർണ്ണം കൊണ്ടും വേഷവിധാനങ്ങൾ കൊണ്ടും ജാതി കൊണ്ടും മതം കൊണ്ടും ഭാഷ കൊണ്ടും എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ആളുകളെ കൊണ്ട് സമ്പൂർണ്ണമാണ് എന്ത് നമ്മളുടെ ഈ നാട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിനെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ് പറയുക. അതായത് നാനത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയില്ലേ, വ്യത്യസ്തമായിട്ടുള്ള നാനാതരത്തിലുള്ള വ്യത്യസ്തതകൾ നമ്മുടെ നാട്ടിലുണ്ട്, എങ്കിലും ഏകത്വമുണ്ട്, ഒരുമയുണ്ട് എന്നുള്ള രീതിക്ക് അങ്ങനെ പറയാറുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് ഇന്നത്തെ ചാപ്റ്ററിൽ നോക്കാനായിട്ട് പോകുന്നത്. നമുക്കിവിടെ താഴെ മായ ആഞ്ചലോയുടെ ഒരു ക്വട്ടേഷൻ തന്നിട്ടുണ്ട്. എന്താണ്? ഇൻ ഡൈവേഴ്സിറ്റി there is beauty and there is strength. ഇൻ ഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ വൈവിധ്യമാണെങ്കിലും വൈവിധ്യങ്ങളിലും there is beauty, അവിടെയും എന്തുണ്ട്? ഭംഗിയുണ്ട്. there is strength, കരുത്തുമുണ്ട്. അപ്പൊ വൈവിധ്യമാണെങ്കിൽ കൂടി അവിടെ ഭംഗിയും കരുത്തും ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ നാടിനെ കുറിച്ച് തന്നെയാണ് അത് പറയുന്നത്. നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായിട്ടുള്ള വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും വൈവിധ്യപൂർണ്ണമാണെങ്കിൽ കൂടി നമ്മുടെ നാട് കാണാൻ ഭംഗിയാണല്ലേ. പിന്നെ ഈ വൈവിധ്യങ്ങളെല്ലാം ചേരുമ്പോഴാണ് നമ്മുടെ നാടിന് അതിൻ്റെതായിട്ടുള്ള ഭംഗി കൈവരുന്നത്. മാത്രമല്ല സ്ട്രെങ്ത്തും ആണ്, എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ബലവുമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കിനി ഫസ്റ്റ് പാഠം നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഡോർവേ എന്ന് വെച്ചാൽ എന്താ മക്കളെ? വാതില്. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് അതിലേക്കുള്ള ഒരു ചെറിയൊരു ഫുഡ് സ്റ്റെപ്പാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ ഒരു പിക്ചർ കണ്ടോ മക്കളെ? ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന പിക്ചറാണ് അല്ലേ. അപ്പോൾ വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? എന്താണ് കുട്ടികൾ ചെയ്യുന്നത്? ദേ ആർ എക്സാമിനിങ് എ ഗ്ലോബ്. അവരൊരു ഗ്ലോബ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡു യു തിങ്ക് ദ ചിൽഡ്രൻ ആർ ഫ്രം ദ സെയിം കൺട്രി? ഈ കുട്ടികൾ എല്ലാവരും ഒരേ കൺട്രിയിൽ നിന്നുള്ളവരാണ്, ഒരേ രാജ്യത്ത് നിന്നുള്ളവരാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ. നോക്കിക്കേ, കുട്ടികളുടെ മുഖത്തെ ഫേസ് ഷേപ്പ് എന്തുണ്ട്? ചേഞ്ച് ഉണ്ട്. പല കുട്ടികൾക്കും പല മുഖഛായയാണുള്ളത്. നമുക്കറിയാം അമേരിക്കൻസിനെ പോലെ ആയിരിക്കില്ല ആഫ്രിക്കൻസിനെ പോലെ ആയിരിക്കില്ല ചൈനീസ്, അവരെ പോലെ അല്ല നമ്മൾ ഇന്ത്യക്കാര് അല്ലെ. അതുപോലെ അവര് പല നിറങ്ങളിലുമാണ് അല്ലെ. കുറച്ച് നിറം കുറഞ്ഞ കുട്ടികളുണ്ട്, കൂടിയ കുട്ടികളുണ്ട്, ഒരു മീഡിയം നിറമുള്ള കുട്ടികളുണ്ട്, അതെല്ലാം ഉണ്ടല്ലേ. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവരെല്ലാവരും സെയിം കൺട്രിയിൽ നിന്ന് വരുന്നവരല്ല എന്ന്. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. വെൻ യു മൂവ് ടു അനദർ കൺട്രി ദ ഫ്ലോ ഓഫ് ദ ലൈഫ് ചേഞ്ചസ്. നമ്മൾ ഒരു കൺട്രിയിൽ നിന്ന്, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ താളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാം അല്ലെ. വാട്ട് കുഡ് ബി ദ ഡിഫറൻസ് യു മൈറ്റ് ഫീൽ വെൻ യു മൂവ് ടു എ ന്യൂ പ്ലേസ്? നിങ്ങൾ ഇതുപോലെ ഒരു പുതിയ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡിഫറൻസസ് ഫീൽ ചെയ്യാം? നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നതിൽ, അതുപോലെ ഡെയിലി റുട്ടീൻസിൽ, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കഴിക്കുന്ന ടൈമില്, വെതറില്, പിന്നെ അതുപോലെ നൈറ്റും ഡേയും തമ്മിലുള്ള ലെങ്ത്തിൽ, ഇതെല്ലാം വ്യത്യാസങ്ങൾ വരാം അല്ലെ. ഹിയർ ഈസ് എ സ്റ്റോറി ഓഫ് എ ഗേൾ ഹു മൂവ്ഡ് ടു എ ന്യൂ കൺട്രി. ദ പ്ലേസ് വാസ് വെരി ഡിഫറെന്റ് ഫ്രം വെയർ ഷീ യൂസ്ഡ് ടു ലിവ് ബിഫോർ. നമുക്ക് ഇവിടെ ഒരു സ്റ്റോറി തന്നിട്ടുള്ളത് ഒരു പെൺകുട്ടിയുടെ സ്റ്റോറിയാണ്. അവൾ സ്വന്തം രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോയ ഒരു കുട്ടിയാണ്. അവൾക്ക് ഒത്തിരി, അവൾ ജീവിച്ചു പോന്ന രാജ്യത്ത് നിന്നും ഒത്തിരി വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ഉള്ള രാജ്യത്ത് അവൾ എത്തിയിട്ടുള്ളത്. ആ കുട്ടിയെ കുറിച്ചുള്ള ഒരു കഥയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കഥയുടെ പേര് നെയിംസ് ആൻഡ് നെയിംസ് എന്നാണ്. നെയിം എന്ന് വെച്ചാൽ നമുക്കറിയാം പേര് അല്ലെ. അപ്പൊ നമുക്കിനി സ്റ്റോറിയിൽ എന്താ പറയുന്നത് എന്ന് നോക്കാം. കുഞ്ഞു ചിരുത സ്റ്റൂഡ് അറ്റ് ദ ഗേറ്റ് ഗേസിംഗ് അറ്റ് ദ സ്ട്രീറ്റ്. കുഞ്ഞു ചിരുത എന്നാണ് നമ്മളുടെ ക്യാരക്ടറിന്റെ പേര് കേട്ടോ. കുഞ്ഞു ചിരുത സ്റ്റൂഡ് അറ്റ് ദ ഗേറ്റ് ഗേസിംഗ് അറ്റ് ദ സ്ട്രീറ്റ്. കുഞ്ഞു ചിരുത ഗേറ്റിനടുത്ത് നിന്നു. ഗേസിംഗ് അറ്റ് ദ സ്ട്രീറ്റ് എന്ന് വെച്ചാൽ അറിയാലോ, തെരുവ്. ഗേസിംഗ്
ഗേസിങ് എന്ന് വെച്ചാൽ ഉറ്റു നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ തുറിച്ചു നോക്കിക്കൊണ്ട് എന്നൊക്കെയാണ് കേട്ടോ അർത്ഥം. ഷീ ലവ്ഡ് ടു ലുക്ക് പാസിംഗ് വെഹിക്കിൾസ് ആൻഡ് പെഡസ്ട്രിയൻസ്. അവൾക്ക് വെഹിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പാസ് ചെയ്യുന്നത് കാണാനും അതുപോലെ പെഡസ്ട്രിയൻസ് കാൽനട യാത്രക്കാർ പോകുന്നത് കാണാനും ഒക്കെ എന്തായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് വിന്റർ. അത് വിന്ററിന്റെ അവസാനമായിരുന്നു. ദ എയർ വാസ് വാമിംഗ് അപ്പ്. എന്താണ്, വായു ചൂട് പിടിച്ചു വരികയായിരുന്നു. ബട്ട് ദർ വാസ് സ്റ്റിൽ ദ ഒക്കേഷണൽ കോൾഡ് വിൻഡ്. പക്ഷെ അപ്പോഴും അവിടെ ഒക്കേഷണൽ ആയിട്ട്, വല്ലപ്പോഴും, സന്ദർഭോചിതമായിട്ട്, അല്ലെങ്കിൽ ഒക്കേഷണൽ എന്ന് വെച്ചാൽ വല്ലപ്പോഴും അല്ലെങ്കിൽ സന്ദർഭോചിതമായിട്ട് എന്നൊക്കെയാണ് കേട്ടോ, അല്ലെങ്കിൽ സാഹചര്യവശാൽ എന്നൊക്കെയാണ്. അപ്പോൾ വല്ലപ്പോഴും വീശുന്ന ഒരു കോൾഡ് വിൻഡ് അപ്പോഴും ഉണ്ടാവുമായിരുന്നു. ഇറ്റ് ഹാഡ് ബീൻ എ കോൾഡ് വിന്റർ ഇൻ ന്യൂ ജേഴ്സി. അപ്പോൾ ഇത് എവിടെയാണ്? ന്യൂ ജേഴ്സി ആണ് കേട്ടോ ഇവര് താമസിക്കുന്നത്. അവിടെ ഇത്തവണ കോൾഡ് വിന്റർ ആയിരിക്കും. ഇറ്റ് വാസ് ഓൺലി 5 ബട്ട് നൈറ്റ് ഹാഡ് ഫോളൻ. സമയം 5 ഉള്ളൂ, പക്ഷേ ഇരുട്ടായിട്ടുണ്ട്. നൈറ്റ് ഹാഡ് ഫോളൻ, ഇരുട്ടായിട്ടുണ്ട്, ചുറ്റിലും ഇരുട്ടായിട്ടുണ്ട്. ദ വാരിയിങ് ലെങ്ത്സ് ഓഫ് ഡേ ആൻഡ് നൈറ്റ് അക്രോസ് സീസൺസ് ഹാഡ് പസിൽഡ് കുഞ്ഞിച്ചിരുത. രാത്രിയുടെയും പകലിന്റെയും മാറി മാറി വരുന്ന ദൈർഘ്യങ്ങൾ, വ്യത്യസ്തമായ ദൈർഘ്യങ്ങൾ കുഞ്ഞിച്ചിരുതയെ ഒരുപാട് പസിൽഡായി, ആശയക്കുഴപ്പത്തിലാക്കി. അതായത് ഒരു ദിവസം രാത്രി കുറവായിരിക്കും, അടുത്ത ദിവസം തന്നെ എന്തായിരിക്കും, പകല് കുറവായിരിക്കും, രാത്രി കൂടി വരും. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് അവിടെ. When she arrived in July, the sun set only at 8:30. അവള് ജൂലൈയിലാണ് അവര് ന്യൂജേഴ്സിയിലേക്ക് വന്നത്. അന്ന് സൺസെറ്റ് എപ്പോഴായിരുന്നു? 8:30 രാത്രി 8:30 എന്ത് സൺസെറ്റ് ഉണ്ടായിരുന്നത്. ദ ഡേ വാസ് മോർ ദാൻ 15 hours ലോങ്. അന്നൊക്കെ ഡേ ടൈം, അതായത് പകൽ സമയം എന്ന് പറയുന്നത് 15 മണിക്കൂറൊക്കെ ആയിരുന്നു പകൽ സമയം. നൗ ദ സൺസെറ്റ് അറ്റ് ലിറ്റിൽ ബിഫോർ 5. പക്ഷെ ഇപ്പോഴോ? ഇപ്പോൾ 5 മണി ആകുമ്പോഴേക്ക് സൺസെറ്റ് ആണ്. ആൻഡ് ദ ഡേ ലാസ്റ്റഡ് ഓൺലി എ ലിറ്റിൽ ലെസ് ദാൻ 10 hours. അപ്പോൾ പകൽ സമയം എന്ന് പറയുന്നത് 10 മണിക്കൂറിലും കുറവിലേക്ക് ചുരുങ്ങി. അപ്പൊ ഈ മാറി മാറി വരുന്ന ഡേ ആൻഡ് നൈറ്റ്സിന്റെ വേരിയേഷൻ അല്ലെങ്കിൽ ലെങ്ത്സ് കൊണ്ട് കുഞ്ഞിച്ചിരുത ആകെ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അവിടെ സൈഡിൽ 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, നോക്കാം. Question 1. What did കുഞ്ഞിച്ചിരുത love doing at the gate? കുഞ്ഞിച്ചിരുതയ്ക്ക് ഗേറ്റിനടുത്ത് നിന്ന് എന്ത് ചെയ്യുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത്? She loved to look at passing vehicles and pedestrians. വാഹനങ്ങൾ പോകുന്നത് നോക്കാനും അതുപോലെ യാത്രക്കാർ പോകുന്നത് നോക്കാനും കുഞ്ഞിച്ചിരുതയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. Question 2. What was the climate like? അന്ന് അവിടെയുള്ള കാലാവസ്ഥ ഏതുപോലെയാണ്? It was the end of winter. വിന്ററിന്റെ അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. Question 3. Why did കുഞ്ഞിച്ചിരുത puzzle about the varying length of the day and night? എന്തുകൊണ്ടാണ് ദിവസം മാറി മാറി വരുന്ന ദിവസത്തിന്റെയും അതുപോലെ രാത്രിയുടെയും ദൈർഘ്യം മാറി മാറി വരുന്നത് കുഞ്ഞിച്ചിരുതയെ ആശങ്കയിലാക്കിയത്? Because when she arrived in July, the sunset only in 8:30. The day was more than 15 hours long, but now the sun set a little before 5 and the day lasted only a little less than 10 hours. കാരണം എന്താണ്, അവര് ജൂലൈയിലാണ് ഇങ്ങോട്ട് വന്നത്. വരുന്ന സമയത്ത് ഏകദേശം രാത്രി 8:30 സൺസെറ്റ്. ആ ദിവസങ്ങളിൽ 15 മണിക്കൂറൊക്കെ ഡേ ടൈം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ്, 5 മണി ആകുമ്പോഴേക്ക് സൺസെറ്റ് ആവുന്നുണ്ട്. 10 മണിക്കൂറിലും കുറവാണ് ഇപ്പോൾ ഡേ ടൈം ഉള്ളത്. അപ്പൊ ഇത്രയും വേരിയേഷൻസ് വരുന്നത് കൊണ്ടാണ് അവളാകെ ആശയക്കുഴപ്പത്തിലായത്. കുഞ്ഞിച്ചിരുത was startled. That was Kate, her classmate. She lived just across the city. അപ്പൊ ആരങ്ങനെ വിളിച്ചത്? കേറ്റ് അവളുടെ ഫ്രണ്ട് ആണ് കേട്ടോ. കുഞ്ഞിച്ചിരുത was startled എന്ന് വെച്ചാൽ ഞെട്ടിപ്പോയി. ആ വിളി കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരായിരുന്നു? കേറ്റ് ആയിരുന്നു. അത് അവളുടെ ക്ലാസ്മേറ്റ് ആണ്. അവർ ആ സിറ്റിയിൽ തന്നെയാണ് താമസിക്കുന്നത്. നോട്ട് അഗെയിൻ, കുഞ്ഞിച്ചിരുത സെഡ് ടു ഹെർസെൽഫ് അണ്ടർ ഹെർ ബ്രീത്ത്. അപ്പൊ കുഞ്ഞിച്ചിരുതയ്ക്ക് കേറ്റ് അങ്ങനെ വിളിച്ചത് എന്തായില്ല, ഇഷ്ടമായില്ല. കാരണം അത് കറക്റ്റ് പ്രൊനൗൺസിയേഷനിലായിരുന്നില്ല, ഉച്ചാരണത്തിലായിരുന്നില്ല. അതുകൊണ്ട് അവൾ പറഞ്ഞു, അയ്യോ ഇനി അങ്ങനെ വിളിക്കരുത്, നോട്ട് അഗെയിൻ, ഇനി അങ്ങനെ വീണ്ടും ആവർത്തിക്കരുത് എന്ന് അവളുടെ ഉള്ളിൽ പറഞ്ഞു. വെൻ വിൽ ഷീ ലേൺ ടു പ്രൊനൗൺസ് മൈ നെയിം റൈറ്റ്? അവൾ ഇനി എന്നാണ് എൻ്റെ പേര് ശരിക്കൊന്ന് ഉച്ചരിക്കുക? പ്രൊനൗൺസ് ചെയ്യുക എന്ന് വെച്ചാൽ ഉച്ചരിക്കുക, പറയുക. അവൾ എന്നാണ് ഇനി എൻ്റെ നെയിം ഒന്ന് ശരിക്ക് ഉച്ചരിക്കുക എന്ന് കുഞ്ഞിച്ചിരുത അവളുടെ മനസ്സിൽ തന്നെ പറഞ്ഞു. This was her 6th month at school. Back in Kerala, she had only learned some English rhymes at play school, but she had picked up English with an amazing speed. Her classmates and teachers were very kind and helpful. അപ്പൊ എന്താണ്, അവര് ഇവിടെ സ്കൂളിലേക്ക് വന്നിട്ട് ആകെ 6 മാസമേ ആയിട്ട്. അപ്പൊ അവൾ ആദ്യം പോയിരുന്ന പ്ലേ സ്കൂളിൽ നിന്ന് കുറച്ച് ഇംഗ്ലീഷ് റൈംസ് പാട്ടുകൾ മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവളുടെ പ്രത്യേകത എന്തായിരുന്നു? She had
പിക്ഡ് അപ്പ് ഇംഗ്ലീഷ് വിത്ത് ആൻ അമേസിങ് സ്പീഡ്. അവള് വളരെ സ്പീഡിൽ തന്നെ ഇംഗ്ലീഷ് വേർഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അവളുടെ ക്ലാസ്മേറ്റ്സും ടീച്ചേഴ്സും ഒക്കെ അവളെ ഒരുപാട് നല്ല ഹെൽപ്പ് ചെയ്യുകയും അവളോട് ഭയങ്കര കൈൻഡ് ആയിട്ടായിരുന്നു അവളോടുള്ള ബിഹേവിങ്സും എല്ലാം. ഷീ ഡിഡ് നോട്ട് ഫീൽ എ സ്ട്രേഞ്ചർ അറ്റ് ഓൾ അറ്റ് ദ സ്കൂൾ. അവൾക്ക് അതുകൊണ്ട് തന്നെ സ്കൂളിൽ ഒരു സ്ട്രേഞ്ചർ ആണ്, അപരിചിതയാണ്, അല്ലെങ്കിൽ പുതിയ ആളാണെന്ന് അവൾക്ക് തോന്നിയിട്ടേ ഇല്ല. മിസ് ഹോപ്കിൻസ് who taught mathematics went out of the way to make her comfortable. The only thing that upset her was the way her classmates pronounced her name. മാത്രമല്ല അവളുടെ ടീച്ചർ, മാത്സ് ടീച്ചർ അവളെ എന്ത് ചെയ്യും, അവളെ മാത്സ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടും അവളോ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ അവളായിട്ട് പുറത്തു പോകുന്നതും എന്താണ്, അവൾക്ക് കുറച്ച് കംഫർട്ടബിൾ ആയി കൊടുക്കട്ടെ എന്ന് കരുതിയിട്ട്, ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അവളായിട്ട് പുറത്തൊക്കെ പോകുമായിരുന്നു. അവൾ ആകെ ആ ക്ലാസ്സിൽ അരോചകപ്പെടുത്തിയിരുന്നത് അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആക്കിയിട്ട് തോന്നിയത് എന്തുമാത്രമാണ്, അവളുടെ ക്ലാസ്മേറ്റ്സ് അവളുടെ പേര് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാത്തത്, അവളെ കറക്റ്റായിട്ട് അവളുടെ കറക്റ്റ് പേര് തന്നെ വിളിക്കാത്തതാണ് അവളെ ആകെ അപ്സെറ്റ് ആക്കിയത്. ഈവൻ മിസ് ഹോപ്കിൻസ് ഫൗണ്ട് ഹെർ നെയിം ഡിഫിക്കൽട്ട് ടു പ്രൊനൗൺസ്. ഷീ ഡിഡ് ട്രൈ ദോ ഷീ മാനേജ് ടു ഗെറ്റ് ദ ലാസ്റ്റ് പാർട്ട് റൈറ്റ്, ബട്ട് ഷീ സ്റ്റിൽ ഫൗണ്ട് ദ ഫസ്റ്റ് പാർട്ട് എ ടങ് ട്വിസ്റ്റർ. അവളെ ഇത്രയും ഹെൽപ്പ് ചെയ്യുമായിരുന്ന ടീച്ചർ പോലും, ഹോപ്കിൻസ് എന്ന് പറയുന്ന ആ ടീച്ചർ പോലും അവളുടെ പേര് പറയാൻ എന്തായിരുന്നു, ബുദ്ധിമുട്ടിയിരുന്നു. നമ്മളുടെ ടീച്ചർ എന്ത് ചെയ്യും, പറയാനായിട്ട് ശ്രമിക്കും, പക്ഷെ എങ്കിലും പേരിന്റെ അവസാന ഭാഗം അവൾക്ക് എപ്പോഴും എന്താണ്, ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു. ഈവൻ ദോ ഫസ്റ്റ് പാർട്ട് എന്താണ്, അവളുടെ പേരിന്റെ, അതായത് കുഞ്ഞിച്ചിരുത എന്നുള്ള അതിന്റെ ഫസ്റ്റ് പാർട്ട് അവൾക്ക് ടീച്ചർക്ക് ഒരു ടങ് ട്വിസ്റ്റർ ആയിട്ടായിരുന്നു തോന്നിയിരുന്നത്. ഹായ് കേറ്റ്, കുഞ്ഞിച്ചിരുത വേവ്ഡ് ബാക്ക്. കേറ്റ് വാസ് ഗോയിങ് ഷോപ്പിംഗ് വിത്ത് ഹെർ ആൻഡ്. അപ്പോൾ കേറ്റ് വന്നത് ഓർക്കുന്നുണ്ടല്ലോ അല്ലെ, കുഞ്ഞിച്ചിരുതയുടെ ഫ്രണ്ട്. അപ്പോൾ തിരിച്ച് കുഞ്ഞിച്ചിരുത കേറ്റിനോട് പറഞ്ഞു ഹായ് കേറ്റ്. ഷീ വേവ്ഡ് ബാക്ക്. വേവ്ഡ് എന്ന് വെച്ചാൽ കൈവീശി കാണിച്ചു. കേറ്റും അവളുടെ ആന്റിയും കൂടെ ഷോപ്പിങ്ങിനായിട്ട് പോവുകയായിരുന്നു. There were 24 students in grade 1. Kunjichirudha was not the only non-American student in her class. In fact, nearly half the students belonged to immigrant families. അപ്പൊ എന്താണ്, അവളുടെ ക്ലാസ്സിൽ ഏകദേശം ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് കുഞ്ഞിച്ചിരുത പഠിക്കുന്നത്. അവരുടെ ക്ലാസ്സിൽ ഏകദേശം 24 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അതിൽ എല്ലാ കുട്ടികളും എന്താണ്, അമേരിക്കൻസ് അല്ല. കുഞ്ഞിച്ചിരുത ഉൾപ്പെടെ എന്താണ്, നോൺ അമേരിക്കൻ ആണ്. മാത്രമല്ല പകുതിയിലേറെ കുട്ടികളും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇമിഗ്രന്റ് ആയിട്ട് വന്നവരാണ്, അതായത് ഇങ്ങോട്ട് കുടിയേറി പാർത്തവരാണ്. There were students from Canada, Mexico, Italy, the UAE, Egypt and China. കുഞ്ഞിച്ചിരുത was the only Indian. അവിടെ അവരുടെ ക്ലാസ്സിൽ കാനഡ, മെക്സിക്കോ, ഇറ്റലി, UAE, ഈജിപ്ത്, ചൈന തുടങ്ങിയിട്ടുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു. കുഞ്ഞിച്ചിരുത മാത്രമായിരുന്നു ഒരു ഇന്ത്യൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കുട്ടി കുഞ്ഞിച്ചിരുത മാത്രമായിരുന്നു. കുഞ്ഞിച്ചിരുത had some across many Indians on the streets. She had a pleasant surprise when she met Prakash. പ്രകാശ് ran a confectionery near her school. പ്രകാശ് എന്ന് പറയുന്നത് എന്താണ്, ഇവരുടെ സ്കൂളിനടുത്തായിട്ട് പലഹാരങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയിലുള്ള ആളാണ്. അപ്പോൾ പ്രകാശിനെ കാണുന്നത് എന്താണ്, കുഞ്ഞിച്ചിരുതയ്ക്ക് ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള, സന്തോഷം നൽകുന്ന ഒരു സർപ്രൈസ് ആയിരുന്നു. കുഞ്ഞിച്ചിരുത തോട്ട് ഹി ലുക്ക്ഡ് റിമാർക്കബ്ലി ലൈക്ക് ഹർ അങ്കിൾ ഹാരിഷ്. കാരണം എന്താണ്, പ്രകാശിനെ കാണാൻ അവളുടെ അങ്കിളായിട്ടുള്ള ഹാരിഷിന്റെ അതുപോലെ തന്നെ അവൾക്ക് തോന്നിയിരുന്നു. ഓൺലി പ്രകാശ് ലുക്ക്ഡ് എ ലോട്ട് ഓൾഡ്. അവിടെ പ്രകാശ് മാത്രമേ എന്താണ്, കുറച്ച് പ്രായമായിട്ടുള്ള ആള് ആയിട്ട് തോന്നിയിരുന്നുള്ളൂ. ഓൾമോസ്റ്റ് ആസ് ഓൾഡ് ആസ് മുത്തശ്ശൻ. അവളുടെ മുത്തശ്ശനെ പോലെ എന്താണ്, പ്രായമായിട്ടുള്ള ആള്. ഹി ഹാഡ് ഗേസ്ഡ് ക്യൂരിയസ്ലി അറ്റ് ഹർ the first time she bought some candy from the store. കുഞ്ഞിച്ചിരുത ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് ഒരു ക്യാൻഡീസ്, മിഠായികൾ വാങ്ങുന്ന സമയത്ത് അദ്ദേഹം എന്താണ്, കുഞ്ഞിച്ചിരുതയെ ഇങ്ങനെ ഗേസ് ചെയ്തു, ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. എങ്ങനെ, ക്യൂരിയസ്ലി, കൗതുകത്തോടെ. All her classmates called him Mr. Prakash. കുഞ്ഞിച്ചിരുത thought it rude. അപ്പോൾ കുഞ്ഞിച്ചിരുതയുടെ ക്ലാസ്സിലെല്ലാവരും അദ്ദേഹത്തെ മിസ്റ്റർ പ്രകാശ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. പക്ഷെ കുഞ്ഞിച്ചിരുതയ്ക്ക് മാത്രം അത് കുറച്ച് റൂഡാണ്, പരിക്കനാണ് എന്ന് തോന്നി. ബാക്ക് ഹോം ഇൻ കേരള ഷീ വുഡ് ഹാവ് കോൾഡ് ഹിം പ്രകാശ് അങ്കിൾ. കേരളത്തിൽ നിന്ന് പോയി വന്ന ശേഷം അവള് അദ്ദേഹത്തെ പ്രകാശ് അങ്കിൾ എന്നാണ് വിളിക്കാറ്. The next time she went to the store, പ്രകാശ് patted her affectionately on her head. അതിനുശേഷം അവള് അദ്ദേഹത്തിന്റെ കടയിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം അവളെ എന്താണ്, ഇങ്ങനെ തലോടുമായിരുന്നു, അവളുടെ തലയിൽ സ്നേഹത്തോട് കൂടിയിട്ട് തലോടുമായിരുന്നു. വാട്ട് ഡു പീപ്പിൾ കോൾ യു ഡിയർ? നിന്നെ എന്താ ആളുകൾ എല്ലാരും വിളിക്കാറുള്ളത് എന്ന് ചോദിച്ചു അദ്ദേഹം. അതായത് നിന്റെ പേരെന്താണെന്ന് ചോദിച്ചു. കുഞ്ഞിച്ചിരുത. അവള് മറുപടി പറഞ്ഞു കുഞ്ഞിച്ചിരുത എന്ന്. പ്രകാശ് ഐസ് വൈഡൻ. കുഞ്ഞിച്ചിരുത?
അദ്ദേഹത്തിന് ഈ പേര് കേട്ടപ്പോൾ എന്താണ് അത്ഭുതം തോന്നി. അദ്ദേഹത്തിന്റെ കണ്ണുകളൊക്കെ വൈഡായി, കുറച്ചുകൂടെ വലുതായിട്ട് ചോദിച്ചു, കുഞ്ഞിച്ചിരുത എന്നാണോ പേര് ചോദിച്ചു. കുഞ്ഞിച്ചിരുത വാസ് ഡിലൈറ്റഡ്. കുഞ്ഞിച്ചിരുതയ്ക്ക് അത് കേട്ടപ്പോൾ എന്താണ് ഡിലൈറ്റഡ് ആയി, സന്തോഷവതിയായി അവള്. കാരണം എന്താണ് പ്രകാശ് അങ്കിൾ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഔട്ട്സൈഡ് ഹെർ ഫാമിലി ടു പ്രൊനൗൺസ് ഹെർ നെയിം പെർഫെക്റ്റ്ലി ഇൻ ന്യൂജേഴ്സി. ന്യൂജേഴ്സിയിൽ അവൾ എത്തിയ ശേഷം അവളുടെ ഫാമിലിയിൽ നിന്നല്ലാതെ വേറൊരാൾ ആദ്യമായിട്ടാണ് അവളുടെ പേര് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഷി നോഡഡ് ഹെർ ഹെഡ് ആൻഡ് ബീംഡ് അറ്റ് ഹിം. അവളുടെ തല ആട്ടി, അതെ എന്ന് പറഞ്ഞിട്ട് തലയാട്ടി. ഇനി ഇവിടെ 2 പേജിലായിട്ട് തന്നിട്ടുള്ള സൈഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കിക്കേ. വൈ വാസ് കുഞ്ഞിച്ചിരുത സ്റ്റാർട്ടിൽഡ്? കുഞ്ഞിച്ചിരുത എന്തിനാണ് ഞെട്ടിയത്? ബിക്കോസ് ഹെർ ഫ്രണ്ട് കേറ്റ് കോൾഡ് ഹെർ. അവളുടെ ഫ്രണ്ട് കേറ്റ് അവളെ കുഞ്ഞിച്ചിരുത എന്ന് വിളിച്ചു, അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡിഡ്ന്റ് കുഞ്ഞിച്ചിരുത ഫീൽ എ സ്ട്രേഞ്ചർ അറ്റ് ദ സ്കൂൾ? കുഞ്ഞിച്ചിരുതയ്ക്ക് അമേരിക്കയിലാണ് പഠിക്കുന്നത്, പക്ഷെ എങ്കിൽ കൂടി അവൾ പഠിക്കുന്ന സ്കൂളിൽ അവളൊരു സ്ട്രേഞ്ചർ ആയിട്ട് അവൾക്ക് തോന്നിയിട്ടില്ല. എന്തുകൊണ്ടാണ്? Because her classmates and teachers were very kind and helpful. Her math teacher, Miss Hopkins, went out of the way to make her comfortable. കാരണം അവളുടെ ക്ലാസ് ടീച്ചേഴ്സും അതുപോലെ ക്ലാസ്മേറ്റ്സും ഒക്കെ അവളോട് ഭയങ്കര കൈൻഡും അതുപോലെ തന്നെ അവളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നവരും ആയിരുന്നു. അവളുടെ മാത്സ് ടീച്ചർ ആയിട്ടുള്ള ഹോപ്കിൻസ് അവളെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് അവളെ പുറത്തൊക്കെ കൊണ്ടുപോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ഡിഡ് കുഞ്ഞിച്ചിരുത തിങ്ക് ഇറ്റ് വാസ് റൂഡ് ടു കോൾ പ്രകാശ് ബൈ നെയിം? കുഞ്ഞിച്ചിരുതയ്ക്ക് അവിടെയുള്ള അവളുടെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ അദ്ദേഹത്തെ പ്രകാശ് എന്നായിരുന്നു വിളിച്ചിരുന്നത്, മിസ്റ്റർ പ്രകാശ് എന്നല്ലേ. അപ്പൊ അത് റൂഡാണ് എന്ന് കുഞ്ഞിച്ചിരുതയ്ക്ക് തോന്നാൻ കാരണം എന്താണ്? Because in Kerala, elders are not called by their names. They are called brother or uncle. That is the culture of Kerala. കാരണം കേരളത്തില് മുതിർന്ന ആളുകളെ ഒരിക്കലും അവരുടെ പേര് എടുത്ത് വിളിക്കാറില്ല. അവരെ പേരിന്റെ കൂടെ ബ്രദർ എന്നോ ഏട്ടനെന്നോ അല്ലെങ്കിൽ അങ്കിൾ എന്നോ ഒക്കെ ചേർക്കാറുണ്ട്. അതാണ് കേരളത്തിന്റെ കൾച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വാസ് കുഞ്ഞിച്ചിരുദാസ് റിയാക്ഷൻ വെൻ പ്രകാശ് പ്രൊനൗൺസ്ഡ് ഹെർ നെയിം കറക്റ്റ്ലി? പ്രകാശ് അവളുടെ പേര് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്തപ്പോൾ കുഞ്ഞിച്ചിരുതയുടെ റിയാക്ഷൻ എന്തായിരുന്നു? ഷി വാസ് ഡിലൈറ്റഡ്. അവള് സന്തോഷവതിയായി, അല്ലേ? നമുക്ക് സ്റ്റോറിയിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ എവിടെ എത്തിയിരുന്നു? പ്രകാശ് കുഞ്ഞിച്ചിരുതയെ ഒന്ന് ചോദിച്ചു, അല്ലെ? പേര് കേട്ടപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു ആശ്ചര്യം അല്ലെങ്കിൽ അത്ഭുതം തോന്നി. പ്രകാശ് സഡൻലി സ്വിച്ച്ഡ് ഓവർ ടു മലയാളം. പ്രകാശ് പെട്ടെന്ന് അവരോട് മലയാളത്തിൽ സംസാരിക്കാനായിട്ട് തുടങ്ങി. ഡു ചിൽഡ്രൻ സ്റ്റിൽ ഹാവ് നെയിംസ് ലൈക്ക് കുഞ്ഞിച്ചിരുത? ഹി വണ്ടർഡ് അലോൺ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പോഴും കുഞ്ഞിച്ചിരുത എന്നുള്ള പേരൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. പ്രകാശ് വാസ് നോട്ട് ദ ഫസ്റ്റ് പേഴ്സൺ ടു വണ്ടർ അബൌട്ട് കുഞ്ഞിച്ചിരുദാസ് നെയിം. കുഞ്ഞിച്ചിരുതയുടെ പേര് കേട്ടിട്ട് വണ്ടർ ആവുന്ന ആദ്യത്തെ ആള് പ്രകാശ് അല്ല. ഷീ ഹാഡ് ഫേസ് ദ ക്വസ്റ്റ്യൻ സെവറൽ ടൈംസ് ആഫ്റ്റർ ഷീ ബിക്കെയിം ഓൾഡ് ഇനഫ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. അവളുടെ പേര് പറയാൻ തുടങ്ങുന്ന ഒരു പ്രായമാവുന്നത് തൊട്ട് തന്നെ അവൾ പറഞ്ഞു കേൾക്കുന്ന എല്ലാവരും എന്താണ് ഇതുപോലെ അത്ഭുതപ്പെടാറുണ്ട്. അഫ്കോഴ്സ് ഷീ ന്യൂ വെരി വെൽ ഹൗ ഷീ ഗോട്ട് ഹെർ നെയിം. തീർച്ചയായിട്ടും കുഞ്ഞിച്ചിരുതയ്ക്ക് എന്തറിയാം, അവളുടെ പേര് വരാൻ കാരണം എന്താണ് എന്നറിയാം. പക്ഷെ എങ്കിലും അവളെ ഈ ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ ഷീ ടോൾഡ് ഹിം അബൌട്ട് ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, പ്രകാശ് ഇങ്ങനെ ചോദിച്ചപ്പോൾ അവളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിനെ കുറിച്ച്, മുത്തശ്ശിയെ കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. ഹു ബിക്കെയിം സ്കൂൾ ടീച്ചർ അറ്റ് ദ ഏജ് ഓഫ് 18. കുഞ്ഞിച്ചിരുതയുടെ ഗ്രാൻഡ്മ 18-ാമത്തെ വയസ്സിൽ തന്നെ ഒരു സ്കൂൾ ടീച്ചറായിട്ട് മാറിയിരുന്നു. ഷീ ഹാഡ് ഓൺലി സീൻ എ ഫേഡിംഗ് ഫോട്ടോഗ്രാഫ് ഓഫ് ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. കുഞ്ഞിച്ചിരുത അവരുടെ മുത്തശ്ശിയുടെ ഫോട്ടോഗ്രാഫ് മാത്രമേ, മങ്ങുന്ന ഒരു ഫോട്ടോ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം മിക്കവാറും അവളുടെ മുത്തശ്ശിയുടെ പേരായിരിക്കും അവൾക്ക് ഇട്ടിട്ടുണ്ടായിരിക്കുക, അല്ലെ? കുഞ്ഞിച്ചിരുത ലേറ്റർ ലേൺഡ് ഫ്രം അമ്മ ദാറ്റ് പ്രകാശ് ബിലോങ് ടു എ വില്ലേജ് നോട്ട് ഫാർ ഫ്രം ഹെർ ടൗൺ. ഹി ഹാഡ് അറൈവ്ഡ് ഇൻ അമേരിക്ക ഓൾമോസ്റ്റ് ഹാഫ് എ സെഞ്ചുറി അഗോ. പിന്നീട് പ്രകാശിനെ കുറിച്ചൊക്കെ അമ്മയോട് കുഞ്ഞിച്ചിരുത പറഞ്ഞപ്പോൾ അവളോട് അമ്മ പറഞ്ഞു കൊടുത്തത്, പ്രകാശ് നമ്മളുടെ നാട്ടിൽ നിന്ന് തന്നെയാണ്, അവരുടെ ഗ്രാമത്തിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. അദ്ദേഹം അമേരിക്കയിൽ എത്തിയിട്ട് ഏകദേശം ഹാഫ് എ സെഞ്ചുറി ആയി, അതായത് 50 വർഷത്തിലേറെ ആയി. A few days before the spring break, a girl named Antoinette took admission in കുഞ്ഞിച്ചിരുദാസ് ക്ലാസ്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആയിട്ട് ഓങ്തോനെറ്റ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവളുടെ ക്ലാസ്സിൽ, കുഞ്ഞിച്ചിരുതയുടെ ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തു. അപ്പോൾ ഓങ്ത്വാനെറ്റ് നേട്ടാവും മക്കളെ ഈ പേര് വായിക്കുക, ഓങ്ത്വാനെറ്റ്. ഓക്കെ, എഴുതിയിട്ടുള്ളത് ആന്റിയോനെറ്റ് എന്നാണെങ്കിലും വായിക്കാറ് അതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് ഓങ്ത്വാനെറ്റ് എന്നാണ് കേട്ടോ. ഷി വാസ് ഫ്രം എ സിറ്റി കോൾഡ് മാർസലീസ് ഇൻ ഫ്രാൻസ്. അവൾ ഫ്രാൻസിൽ നിന്നാണ് വരുന്നത്.
ഹെർ മദർ വാസ് വർക്കിംഗ് ഇൻ എ മൾട്ടിനാഷണൽ കമ്പനി. അവളുടെ അമ്മ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഷി വാസ് ഗിവൺ എ ന്യൂ പ്രോജക്റ്റ് ഇൻ ന്യൂ ജേഴ്സി, സോ ദ ഫാമിലി ഹാഡ് റീലൊക്കേറ്റഡ്. അപ്പോൾ അവളുടെ അമ്മയ്ക്ക് ഒരു പുതിയ പ്രൊജക്റ്റ് കിട്ടിയതുകൊണ്ട് അവർ ഫ്രാൻസിൽ നിന്ന് നേരെ ന്യൂ ജേഴ്സിയിലേക്ക് ലൊക്കേറ്റ് ചെയ്തതാണ്. ഓങ്ത്വാനെറ്റ് ആൻഡ് കുഞ്ഞിച്ചിരുത സൂൺ ബിക്കെയിം ഫ്രണ്ട്സ്. അവർ രണ്ടുപേരും വൈകാതെ തന്നെ നല്ല കൂട്ടുകാരായി. കുഞ്ഞിച്ചിരുത വാസ് അമ്യൂസ്ഡ് ടു ഫൈൻഡ് ദാറ്റ് ഹെർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ഹാഡ് ട്രബിൾ പ്രൊനൗൺസിങ് ഓങ്ത്വാനെറ്റ്സ് നെയിം ടു. അപ്പോൾ കുഞ്ഞിച്ചിരുതയ്ക്ക് എന്തായി, അവളുടെ ടീച്ചേഴ്സും ഫ്രണ്ട്സും അവളുടെ നെയിം പ്രൊനൗൺസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ തന്നെ ഓങ്ത്വാനെറ്റിന്റെ നെയിമും പ്രൊനൗൺസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് ശ്രദ്ധിച്ചു. മോസ്റ്റ് ഓഫ് ദം പ്രൊനൗൺസ്ഡ് ഇറ്റ് ആസ് ആന്റോയിനൈറ്റ്, but കുഞ്ഞിച്ചിരുത learned from Antoinette that the name ought to be pronounced Antoinette. അപ്പം അധിക ആളുകളും ആന്റിയോനെറ്റ് എന്നാണ് അവളെ വിളിക്കാറ്. പക്ഷെ കുഞ്ഞിച്ചിരുതയ്ക്ക് അവളുടെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ അവളിൽ നിന്ന് എന്ത് മനസ്സിലാക്കി, അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഓങ്ത്വാനെറ്റ് ആണെന്ന് മനസ്സിലാക്കി. കുഞ്ഞിച്ചിരുത ട്രൈഡ് ടു സേ ഇറ്റ്സ് ദാറ്റ് വേ. അവൾ ആ രീതിക്ക് തന്നെ പേര് പറയാനായിട്ട് ശ്രമിച്ചു. ഷീ ഫൗണ്ട് ടു ഹെർ സർപ്രൈസ് ദാറ്റ് ഷീ ഗോട്ട് ഇറ്റ് റൈറ്റ് ആഫ്റ്റർ എ ഫ്യൂ ട്രയൽസ്. അപ്പോൾ കുറച്ച് തവണ അവള് കുഞ്ഞിച്ചിരുത മിസ്റ്റേക്ക് ആയിട്ട് പ്രൊനൗൺസ് ചെയ്തെങ്കിലും പിന്നീട് അത് കറക്റ്റ് ആയിട്ട് തന്നെ പ്രൊനൗൺസ് ചെയ്യാനായിട്ട് പഠിച്ചു. ഷീ വാസ് ഈക്വലി സർപ്രൈസ്ഡ് ടു ഫൈൻഡ് ഓങ്ത്വാനെറ്റ് പ്രൊനൗൺസിങ് ഹെർ നെയിം ഫെയർലി വെൽ, എസ്പെഷ്യലി ദ അപ്പോൾ കുഞ്ഞിച്ചിരുത എന്നുള്ള പേരും ഓങ്ത്വാനെറ്റും കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നത് അത് കുഞ്ഞിച്ചിരുതയ്ക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. എസ്പെഷ്യലി ഏത് ന്യൂ എന്നുള്ള കുഞ്ഞി എന്ന് കിട്ടില്ല എല്ലാവർക്കും. അവളുടെ ഫ്രണ്ട്സ് ഒക്കെ വിളിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടു അല്ലെ, കുഞ്ചിച്ചിരുത എന്നാണ് അല്ലെ. അപ്പോൾ കുഞ്ഞിച്ചിരുത എന്ന് തന്നെ ഓങ്ത്വാനെറ്റ് വിളിക്കുന്നത് കേട്ട് കുഞ്ഞിച്ചിരുതയ്ക്കും സർപ്രൈസ് ആയി. ഓങ്ത്വാനെറ്റ് വിസിറ്റഡ് കുഞ്ഞിച്ചിരുത അറ്റ് ഹെർ ഹോം എ ഫ്യൂ ഡേയ്സ് ലേറ്റർ. അവിടെ നിന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുഞ്ഞിച്ചിരുതയെ അവളുടെ വീട്ടിൽ പോയി ഓങ്ത്വാനെറ്റ് കണ്ടു. കുഞ്ഞിച്ചിരുത ഫൗണ്ട് ടു ഹെർ അമ്യൂസ്മെന്റ് ദാറ്റ് അമ്മ കുഡ് നോട്ട് സേ ഓങ്ത്വാനെറ്റ്സ് നെയിം റൈറ്റ്, സോ ഷീ ഹാഡ് ടു ബിക്കം ഹെർ മദേഴ്സ് ലാംഗ്വേജ് ടീച്ചർ ഫോർ എ മൊമെന്റ്. കുഞ്ഞിച്ചിരുതയ്ക്ക് അവളുടെ അമ്മയ്ക്ക് പോലും അവളുടെ പേര് പറയാൻ കഴിയുന്നില്ല, ഓങ്ത്വാനെറ്റ് എന്ന് പറയാൻ കഴിയുന്നില്ല എന്നാലോചിച്ച് അവള് ആകെ അമ്യൂസായി. കുറച്ചു സമയത്തേക്ക് അവളുടെ അമ്മയെ ഓങ്ത്വാനെറ്റ് എന്നുള്ള പേര് കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായി കുഞ്ഞിച്ചിരുത മാറി. അപ്പൊ എന്താ മക്കളെ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങള്? കുഞ്ഞിച്ചിരുത എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവള് കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് നേരെ അമേരിക്കയിൽ പോയി പഠിക്കുന്ന കുട്ടിയാണ് അല്ലെ. അപ്പോൾ അമേരിക്കയിൽ സെറ്റിൽഡ് ആണ്, അവർ അവിടെയാണ് പഠിക്കുന്നത്. അവൾ പഠിക്കുന്ന സ്കൂളിൽ അവളുടെ ടീച്ചേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ അവളുടെ പേര് വിളിക്കാൻ, നെയിം വിളിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ആരും കറക്റ്റായിട്ട് കുഞ്ഞിച്ചിരുത എന്നും പ്രൊനൗൺസ് ചെയ്ത് കേട്ടിട്ടില്ല അവള്. അപ്പൊ അവൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നിയിരുന്നു. അങ്ങനെ ഇരിക്കെ അവളുടെ ക്ലാസ്സിലേക്ക് ഓങ്ചോനെറ്റ് എന്ന് പറയുന്ന ഒരു കുട്ടി കൂടെ വന്നു, അഡ്മിഷൻ എടുത്ത് വന്നു. അവളുടെ പേരും മറ്റു കുട്ടികൾക്ക് വിളിക്കാൻ പ്രൊനൗൺസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ കുഞ്ഞിച്ചിരുത അവളുടെ ഫ്രണ്ടായി മാറിയത് കൊണ്ട് തന്നെ കുഞ്ഞിച്ചിരുത അവളിൽ നിന്ന് കേട്ട് പഠിച്ചു കറക്റ്റായിട്ട് ഓങ്ചോനെറ്റ് എന്ന് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് പഠിച്ചു. മാത്രമല്ല അവളുടെ ഈ ഫ്രണ്ട് ഓങ്ചോനെറ്റും കുഞ്ഞിച്ചിരുത എന്നുള്ള പേര് കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് പഠിച്ചു. അങ്ങനെ അവൾ ഒരു ദിവസം അവളുടെ വീട്ടിലേക്ക് വരുന്നു. അവളുടെ അമ്മയ്ക്ക് പോലും കുഞ്ഞിച്ചിരുതയുടെ അമ്മയ്ക്ക് പോലും ഓങ്ത്വാനെറ്റ് എന്ന് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് കഴിയുമായിരുന്നില്ല. അങ്ങനെ കുഞ്ഞിച്ചിരുതയാണ് അമ്മയെയും ആ പേര് പഠിപ്പിച്ചു കൊടുത്തത്. അപ്പൊ കുഞ്ഞിച്ചിരുത എന്ന് പറയുന്ന ഈ ഒരു ചെറിയ കുട്ടിയുടെ ആ പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ് കഥ അവസാനിക്കുന്നത്. ഇനി നമുക്ക് ഈ പേജിലുള്ള 4 ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ വാസ് പ്രകാശ് സർപ്രൈസ്ഡ് അറ്റ് കുഞ്ഞിച്ചിരുതാസ് നെയിം? പ്രകാശ് അങ്കിള് കുഞ്ഞിച്ചിരുതയുടെ നെയിം കേട്ടപ്പോൾ എന്താണ് സർപ്രൈസ് ആവാൻ കാരണം? ബിക്കോസ് ദ നെയിം കുഞ്ഞിച്ചിരുത ഈസ് എൻ ഓൾഡ് നെയിം. കുഞ്ഞിച്ചിരുത എന്ന് പറയുന്ന പേര് ഓൾഡ് ആയിട്ടുള്ള പഴയ ഒരു പേരാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് കേട്ടപ്പോൾ സർപ്രൈസ് ആയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് കുഞ്ഞിച്ചിരുത ഗെറ്റ് ഹെർ നെയിം? കുഞ്ഞിച്ചിരുതയ്ക്ക് എങ്ങനെയാണ് അവളുടെ ഈ പേര് കിട്ടിയത്? ഇറ്റ് ഈസ് ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദേഴ്സ് നെയിം. അത് അവളുടെ മുതുമുത്തശ്ശിയുടെ പേരായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what surprised കുഞ്ഞിച്ചിരുത when ഓങ്ത്വാനെറ്റ് pronounced her name right? ഓങ്ത്വാനെറ്റ് അവളുടെ പേര് കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്തപ്പോൾ കുഞ്ഞിച്ചിരുതയ്ക്ക് എന്തുകൊണ്ടാണ് സർപ്രൈസ് ആയത്? ഓങ്ത്വാനെറ്റ് pronounced the sound ന് correctly. It surprised കുഞ്ഞിച്ചിരുത. കാരണം എന്താണ്? ഓങ്ത്വാനെറ്റ് ന് എന്നുള്ള സൗണ്ട് പോലും കറക്റ്റ് ആയിട്ടാണ് പ്രൊനൗൺസ് ചെയ്തത്. അതാണ് കുഞ്ഞിച്ചിരുതയെ സർപ്രൈസ് ആക്കിയത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, why do you think Antoinette was able to pronounce കുഞ്ഞിച്ചിരുതാസ് name fairly well? ഓങ്ത്വാനെറ്റിന് കുഞ്ഞിച്ചിരുതയുടെ പേര് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ബിക്കോസ് ദേ വർ ഗുഡ് ഫ്രണ്ട്സ്. കാരണം അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. ആൻഡ് കുഞ്ഞിച്ചിരുതാസ് നെയിം മസ്റ്റ് ഹാവ് ബീൻ ലേൺഡ് ബൈ ഓങ്ത്വാനെറ്റ് റിപ്പീറ്റഡ്ലി. മാത്രമല്ല കുഞ്ഞിച്ചിരുതയുടെ പേര് ഓങ്ത്വാനെറ്റ് റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കാം.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ സ്റ്റോറിയിൽ പഠിക്കാനുള്ളത്. നമുക്ക് ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എക്സ്റ്റെൻഡഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറച്ചുകൂടെ കുറച്ച് വലിയ ആക്ടിവിറ്റീസ് ആണ്. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഇന്നത്തെ ക്ലാസ് എല്ലാം മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നമ്മൾ പഠിച്ച ന്യൂ വേർഡ്സ് കറക്റ്റ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 6th സ്റ്റാൻഡേർഡിലെ മറ്റ് വിഷയങ്ങൾ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്